പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രീധരനെ മാത്രമല്ല പിണറായിയെയും വെറുതെ വിട്ടിട്ടില്ല. പിണറായി വിജയൻ ഈ കേസ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്നെടുത്ത 1 കോടിയിലേറെ രൂപ തിരിച്ചടയ്ക്കണം എന്ന് സതീശൻ ആവശ്യപ്പെടുന്നു. കൊന്നുകഴിഞ്ഞിട്ട് പ്രതികളെ എവിടെ ഒളിപ്പിക്കണമെന്ന് തീരുമാനിച്ചതും ഒളിപ്പിച്ചതും CPM ആണ്. എല്ലാ തെളിവുകളും നശിപ്പിച്ചതും ആയുധങ്ങൾ ഒളിപ്പിച്ചു വെപ്പിച്ചതും CPM ആണ്. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. എന്നിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്തത് കേരളത്തിലെ സർക്കാരാണ്, CPM ഭരിക്കുന്ന സർക്കാരാണ്. CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി നികുതി പണത്തിൽ നിന്നാണ് 1 കോടിയോളം രൂപ ചെലവാക്കിയത്. അത് സർക്കാരാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. 2 ചെറുപ്പക്കാരെ ക്രൂരമായി ഗൂഢാലോചന നടത്തി കൊല ചെയ്ത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ മുഴുവൻ നേതൃത്വം കൊടുത്ത ഈ പാർട്ടിയാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നോർത്ത് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി. ഈ 1 കോടിയോളം രൂപ നികുതി പണത്തിൽ നിന്ന്, നമ്മളെല്ലാം നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ചെലവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ. ആ പണം CPM സംസ്ഥാന കമ്മിറ്റി സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സതീശൻ പറഞ്ഞത് ശരിയാണ്. സർക്കാർ നിൽക്കേണ്ടത് പ്രതികൾക്ക് വേണ്ടിയല്ല, ഇരകൾക്ക് വേണ്ടിയാണ്. ഇവിടെ പ്രതികൾക്ക് വേണ്ടി നിന്ന് ഖജനാവിൽ നിന്നും പിണറായി മുടക്കിയ 1 കോടിയിലധികം രൂപ കേസ് തോറ്റപ്പോഴെങ്കിലും തിരിച്ചടയ്ക്കേണ്ട ബാധ്യത പിണറായിക്കുണ്ട്. മാസപ്പടിയായി മകൾ വാങ്ങിക്കൂട്ടിയ പണത്തിൽ നിന്നോ അല്ലെങ്കിൽ ബക്കറ്റ് പിരിവ് വഴി പാർട്ടി ഉണ്ടാക്കുന്ന പണത്തിൽ നിന്നോ വേണം ഈ പണം തിരിച്ചടയ്ക്കാൻ.